നമസ്കാരം. നാം ചില ഇലകൾ വീടുകളിൽ പാചകാവശ്യത്തിനായി ഉപയോഗിക്കുന്നു. പുതിനയില, മല്ലിയില, മുരിങ്ങയില, വേപ്പില ആവശ്യത്തിനായി എന്നിവ കാലങ്ങളായി എന്നും മലയാളികളുടെ അടുക്കളയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഇല തന്നെയാണ് കറിവേപ്പില. കറിയിൽ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണവും സ്വാദും മണവും വർദ്ധിക്കുകയും ശരീരത്തിന് അനാവശ്യമായ അഥവാ ദോഷകരമായ ഘടകങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ കാരണത്താൽ തന്നെ സാധാരണയായി വീടുകളിൽ ഉപയോഗിക്കുന്നതാകുന്നു. എന്നാൽ ഒട്ടുമിക്ക വീടുകളിലും പണ്ടത്തെ പോലെ ഇവ നട്ടുപിടിപ്പിക്കാൻ സാധിക്കണമെന്നില്ല. അതിനാൽ പലപ്പോഴും വിഷാംശങ്ങൾ അടങ്ങിയ ഇവ പുറത്തുനിന്നും പലപ്പോഴായി വാങ്ങുന്നു. എന്നാൽ ഇങ്ങനെയല്ലാതെ വീടുകളിൽ എപ്രകാരം നട്ടുവളർത്തണമെന്നും പ്രധാനമായി ഏത് ദിശയിൽ വളർത്തണമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പ്രധാനമായും ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെ ദോഷകരം തന്നെയാകുന്നു ഈ കാര്യം എന്നതാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കറിവേപ്പില. കറിവേപ്പില ധാരാളം ഗുണഫലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അത്ഭുതകരമായ ഇലയാണ് കറിവേപ്പില. വീടുകളിൽ പല ആവശ്യങ്ങൾക്കായി സർവ്വസാധാരണയായി ഇവ ഉപയോഗിക്കുന്നു. എണ്ണ കാച്ചാനും കറിയിലിടാനും പ്രധാനമായും കറിവേപ്പില ഉപയോഗിക്കുന്നതാണ്. ആരോഗ്യത്തിന് ഗുണകരമായ ഒരു വസ്തു തന്നെയാണ് കറിവേപ്പില. എന്നാൽ വാസ്തുപ്രകാരം വിവിധ അഭിപ്രായങ്ങൾ ഈ ഇലയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഇവ വീടുകളിൽ പാടില്ല എന്നതാണ് പറയുക. എന്നാൽ ഈ മരം ഒഴിച്ചുകൂടാൻ കഴിയാത്തതിനാൽ എങ്ങനെയാണ് വീടുകളിൽ ദോഷമില്ലാതെ ശരിയായ രീതിയിൽ നടേണ്ടത് എന്ന് മനസ്സിലാക്കാം. ചെറിയ സ്ഥലം. ഇന്ന് ചെറിയ സ്ഥലത്തോടു കൂടി വീട് വയ്ക്കുന്നവരാണ് നമ്മൾ. 5 സെൻറ്റിലോ 10 സെൻറ്റിലോ വീടുകൾ പണിയുന്നു എന്നാണ് സത്യം. പണ്ടത്തെ കാലത്തെല്ലാം വലിയ പറമ്പിൽ ആണ് വീടുകൾ പണിയിച്ചിരുന്നത്. അതിനാൽ ധാരാളം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വീടുകൾ കെട്ടുന്നവർ കറിവേപ്പില ചെടി അല്ലെങ്കിൽ തൈ വീടിൻ്റെ അതിർത്തിക്ക് പുറത്തായി വെച്ച് നട്ടു വളർത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. പുറത്തായി പരിപാലിക്കുന്നതിൽ തെറ്റില്ല. വലിയ സ്ഥലം. ധാരാളം പറമ്പുള്ളവരാണ് നിങ്ങൾ എങ്കിൽ വീടിനോട് ചേർന്ന് ഒരിക്കലും ഇവ നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. വീടിൻ്റെ അതിർത്തിയോട് ചേർന്ന് നട്ടു വളർത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പൂവിടുമ്പോൾ തന്നെ ഇവ ഒടിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി പൂവിടുന്നത് വളരെ ദോഷകരമാണ്. ഈ കാരണത്താൽ പൂവിടുകയും കായ്ക്കുകയും ചെയ്യുന്നത് വളരെ ദോഷകരമായി കരുതുന്നു. അതിനു മുൻപായി അവ ഒടിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവ അധികം വലുതാകാതെ ഇവ നിറയെ ഇലകളായി വളരുന്നു. ഇനി ഏത് ദിശയിലാണ് ദോഷമില്ലാതെ കറിവേപ്പില വളരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക് മൂലയെ ഈശാനുകോൺ എന്നാണ് പറയുക. അതിനാൽ തന്നെ ഇവിടെ ഒരിക്കലും കറിവേപ്പില നട്ടു വളർത്താൻ പാടുള്ളതല്ല. ഇവിടെ ജലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നതാണ് ഏറ്റവും ശുഭകരം. കിണർ വരുന്നത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമാകുന്നു എന്നതാണ് വിശ്വാസം. അതിനാൽ തന്നെ ഇവ ഒരിക്കലും നടുവാൻ പാടുള്ളതല്ല. കറിവേപ്പില വളർത്താൻ പാടില്ല എന്ന് പറയാം. തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് മൂലയെ കന്നിമൂല എന്നാണ് പറയുക. ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ദിശകളിൽ ഒന്ന് തന്നെയാണ് കന്നിമൂല. ഇവിടെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വയ്ക്കുന്നത് അഥവാ വരുന്നത് വളരെ ശുഭകരം തന്നെയാണ്. കടവും മറ്റും ദോഷങ്ങളും ജീവിതത്തിൽ നിന്ന് മാറുന്നതിന് വളരെ സഹായകരമാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ ഇവിടെയും കറിവേപ്പില വരുന്നത് അതീവ ദോഷകരമാണ് എന്നാണ് വിശ്വാസം. തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക് ദോഷകരമാണ് എന്ന് പറയാം. ആയതിനാൽ ഒരിക്കലും കറിവേപ്പിൻ്റെ ചെടി അല്ലെങ്കിൽ മരം പാടുള്ളതല്ല. ഇനി ഉത്തമമായ ദിശ, അതായത് കറിവേപ്പില മരം കറിവേപ്പില നടുവാൻ ഉത്തമമായ ദിശയിൽ ഏതെല്ലാം ആണെന്ന് എന്നാണ് വിശദമായി തന്നെ മനസ്സിലാക്കാം. പടിഞ്ഞാറ്. വാസ്തുപ്രകാരം ധാരാളം സ്ഥലങ്ങളുള്ളവർ മാത്രം വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ അതിർത്തിയോട് ചേർന്ന് കറിവേപ്പില നട്ടു വളർത്താം.
ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമ്പൽ സമൃദ്ധി വന്നു ചേരും എന്നാണ് വിശ്വാസം. ആ വീടുകൾക്ക് ഐശ്വര്യവും സമൃദ്ധിയാലെയും ഉയർച്ച നേടുവാൻ സഹായിക്കുന്നു എന്നാണ് പ്രകാരം പറയുന്നത്. അതിനാൽ ഈ കാര്യം കൂടി ശ്രദ്ധയോടുകൂടി എല്ലാവരും ചെയ്യുക. കൈകളിൽ കൊടുക്കുന്നവർ പലരും കറിവേപ്പില സുഹൃത്തുക്കൾക്കോ അടുത്തുള്ള വ്യക്തികൾക്കോ കൊടുക്കുന്നു. എന്നാൽ ഇവ ഒരിക്കലും നേരിട്ട് കൈകളിലേക്ക് കൊടുക്കുവാൻ പാടുള്ളതല്ല. കറിവേപ്പില പൊട്ടിച്ച് നേരിട്ട് കൈകളിലേക്ക് കൊടുക്കുന്നത് ദോഷകരം തന്നെയാണ്. ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ മാറില്ല എന്നും ആ ബന്ധം തന്നെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും എന്നാണ് വിശ്വാസം. താഴെയെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കൊടുക്കുന്നത് വളരെ ശുഭകരം തന്നെയാണ്. ഇനി കറിവേപ്പില കൊടുക്കുമ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. വാലായ്മ ഉള്ളപ്പോൾ അത് ആർത്തവ സമയത്ത് ഒരിക്കലും കറിവേപ്പില തൊടരുത് എന്നാണ് വിശ്വാസം. ഈ ചെടി ഉണങ്ങിപ്പോകുവാൻ കാരണമാകുന്നു എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. ഈ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അഥവാ എങ്കിൽ കറിവേപ്പിലയ്ക്ക് വിചാരിച്ച വളർച്ച ലഭിക്കാതെ വരികയും ചെയ്യുന്നു. പതുക്കെ അവ ഉണങ്ങിപ്പോകുവാൻ കാരണമാകുന്നു. അതിനാൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. കറിവേപ്പില വീടിൻ്റെ അടുത്താണെങ്കിൽ ആ വീടുകൾക്ക് ഈ പറയുന്ന ദോഷങ്ങൾ വന്നു ചേരും എന്നുകൂടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ആ വീടുകൾക്ക് വന്നു ചേരുന്നതാകുന്നു. കടം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സമാധാനം ജീവിതത്തിൽ നഷ്ടമാകുന്ന സമയത്ത് കൂടെ ജീവിതത്തിൽ പലപ്പോഴും അവസരങ്ങൾ നഷ്ടമാവുകയും എന്തിനും ഏതിനും തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക, മനസ്സിൻ്റെ ദുഃഖം വർദ്ധിക്കുന്ന സാഹചര്യം, ഇത്തരത്തിൽ നിരവധി ദുഃഖങ്ങളും ദുരിതങ്ങളും ആ വീടുകൾക്ക് വന്നു ചേരുന്നു. കൂടാതെ പലപ്പോഴും വീടുകളിൽ കയ്യിൽ ധനം നിൽക്കാത്ത അവസ്ഥ വന്നു ചേരുന്നു. അനാവശ്യമായ ചെലവുകൾ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിലുള്ള ദോഷങ്ങൾ പൊതുവെ പറയുക. അതിനാൽ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെടികൾ നടുക.